ഈ സിനിമ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുക്കപ്പെട്ട ഒരു സിനിമയാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു യുവാവ് റോഡിലൂടെ പരിസരബോധമില്ലാതെ നടക്കുകയാണ്. അപ്പോൾ അതിലൂടെ വന്ന പോലീസുകാർക്ക് എന്തോ സംശയം തോന്നി അവന്റെ അടുത്തേക്ക് വന്നു. പോലീസുകാർ അവനെ വിളിച്ചു. ആ പയ്യന്റെ കൈകളും ഷർട്ടും കണ്ടിട്ട് പോലീസുകാർ ഞെട്ടിപ്പോവുകയാണ്. ഇപ്പോഴാണ് ആ പയ്യന് സ്വബോധം വന്നത്. നോക്കുമ്പോ എന്താ, കയ്യിൽ നിറയെ ചോര, അവന്റെ ഷർട്ടിൽ നിറയെ ചോര. അവൻ അറിയില്ലായിരുന്നു ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞിട്ടുള്ള വരവാണ് ഇതെന്ന്. ഇതിന്റെ രഹസ്യം തേടിപ്പോയ പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കാൻ പോകുന്ന എഡ്വിൻ ലൊറൈൻ ദമ്പതികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പേടിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ചില കാര്യങ്ങളായിരുന്നു. അതിശക്തമായ ആഭിചാര ക്രിയകൾ, കൂടോത്രങ്ങൾ, ഇതിലെല്ലാം ഒരുപാട് നാളത്തെ പരിചയമുണ്ടായിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണിതെന്ന്. അത്രത്തോളം പുരാതനവും പൈശാചികവുമായിരുന്നു ആ ആഭിചാര ക്രിയകളും ആ കൂടോത്രങ്ങളും. ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് ആ കഥ അങ്ങ് തുടങ്ങിയാലോ? അതിനു മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു വീട് കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ വീടിന്റെ ചുമരിൽ എന്തോ മാന്യത പോലെ കാണിക്കുന്നുണ്ട്. കുറച്ച് വസ്തുക്കളൊക്കെ തകർന്ന് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ വീട്ടിലുള്ളവർ എഡ്വിൻ ലൊറൈൻ എന്ന ദമ്പതികളെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ഇളയ മകൻ ഡേവിഡിന്റെ ദേഹത്ത് എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. അപ്പൊ എക്സോസിസം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഡ്വിനും ലൊറൈനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാന്ന് കരുതിയിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പൊ ഡേവിഡ് എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ അവിടെ ഉണ്ട്. അവൻ നന്നായിട്ട് തന്നെ ഭയന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ ചേട്ടനാണെന്ന് തോന്നുന്നു. ആർണി ഇപ്പൊ അവനെ എടുത്തുകൊണ്ട് തന്നെ മറ്റൊരു മുറിയിൽ കൊണ്ടേക്ക് എടുത്താണ്. പിന്നീട് ആർണി പറഞ്ഞു, കുറച്ചു നേരം മോന് തനിച്ചിരുന്നു കേട്ടോ, ഒന്നും ഭയക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട, ചേട്ടൻ അപ്പുറത്ത് തന്നെ ഉണ്ട് പറഞ്ഞിട്ട് ആർണി ഇപ്പൊ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഡേവിഡിന്റെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് കർമ്മങ്ങളൊക്കെ ഇനി ചെയ്യുന്നില്ലേന്ന്. ഈ സമയത്ത് എഡ്വിനും ലൊറൈനും പറയുന്നുണ്ട് ഒരു ഫാദർ കൂടെ വരാനുണ്ട്, അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കർമ്മങ്ങൾ തുടങ്ങാമെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇവര് കാത്തിരുന്ന ആ ഒരു ഫാദർ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പൊ മുകളിലെ മുറിയിൽ ഡേവിഡ് ഒറ്റയ്ക്കാണ്. അവനിങ്ങനെ നോക്കുന്ന സമയത്ത് മുറിയുടെ ചുമരിൽ നിന്നൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. വാതിൽ പുറത്ത് നിന്ന് ആരോ ശക്തിയായിട്ട് ഇങ്ങനെ തള്ളുകയാണ്. ഭയന്ന് പോയ ഡേവിഡ് എന്ത് ചെയ്തു, ബാത്റൂമിലേക്ക് ഓടി കയറുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാത്ത് ടബിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടനൊക്കെ അവന്റെ മേത്തോട് ഇടുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് അവനറിയില്ല, ചെറിയ കുട്ടിയല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദം ഒന്നും ഇപ്പൊ ഡേവിഡ് കേൾക്കുന്നില്ല. അവനിപ്പോ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷവറിന്റെ ആ ഒരു ടാപ്പ് തനിയെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. അവൻ ആ ഷവറിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് നിറയെ രക്തം അവന്റെ ദേഹത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയാൻ അവൻ ഉറക്കനെ അലറി കരഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും ഓടിയെത്തി. അവരിപ്പോ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ് കേട്ടോ. അപ്പൊ എഡ്വിന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആ മുറിയുടെ ഒരു ഭാഗത്തായിട്ട് ഇരുട്ടത്ത് ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഡേവിഡ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഡേവിഡിന്റെ അച്ഛൻ മകന്റെ അടുത്തേക്കായിട്ട് പതിയെ പതിയെ പോകുന്ന സമയത്ത് ഡേവിഡ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസിന്റെ കഷ്ണം എടുത്ത് ഓടി വന്നിട്ട് അവന്റെ അച്ഛന്റെ കാലിൽ തന്നെ കയറ്റുകയാണ് കേട്ടോ. വല്ലാത്ത രീതിയിൽ അവൻ അലറുന്നുണ്ട്. പിന്നീട് അവിടേക്ക് എക്സോസിസം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എഡ്വിൻ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഈ ഡേവിഡിനെ ഇറക്കി പിടിക്കുകയാണ്, താഴേക്ക് വലിച്ചു കൊണ്ടുവയാണ്. പക്ഷെ എന്താ പറയാ, എന്തോ ഒരു ഫോഴ്സ് അവന് തിരിച്ച് മേലോട്ടേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അവന്റെ നഖൊക്കെ ഉപയോഗിച്ചിട്ട് ചുമരിലൊക്കെ ഇങ്ങനെ മാതുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും ചേർന്നിട്ട് ഈ ഡേവിഡിനെ ഒരു ടേബിൾ ഇങ്ങനെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. ഫാദർ ഉണ്ട്, എക്സോസിസം ചെയ്യാൻ വന്നിട്ടുള്ള എഡ്വിനും ലൊറൈനും, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛനൊക്കെ അവിടെ ഉണ്ട്, അവന്റെ ചേട്ടനായിട്ടുള്ള ആർണിയും ഉണ്ട് അവിടെ. ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് എക്സോസിസം ചെയ്യാൻ വന്ന എഡ്വിന്റെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ സഹായിയായിട്ടുള്ള ഡ്രൂ തോമസ് ഇങ്ങനെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ആ കുട്ടി, അതായത് ഡേവിഡിന്റെ രൂപമൊക്കെ മാറാൻ തുടങ്ങുന്നത്. വായിന്ന് നുരയും പതിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എഡ്വിനും അതുപോലെ തന്നെ ഫാദറും ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ഹോളി വാട്ടറൊക്കെ അവന്റെ ദേഹത്തേക്ക് ആകുന്നുണ്ട്. അവന്റെ മുഖമൊക്കെ ഒരുമാതിരി വികൃതമായി വന്നിട്ടുണ്ട്, മുറി പോലെ കുരുകളൊക്കെ പൊന്തിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ശക്തിയുടെ എന്താ പറയാ എനർജി കാരണം ഇവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഫാദറിന്റെ തലയ്ക്ക് തന്നെ ഒരു കോപ്പ വന്ന് അടിക്കുകയാണ്. അവിടെയുള്ള ഓരോ പാത്രങ്ങൾ വേറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഡേവിഡ് ഉണ്ടല്ലോ, ആ കുട്ടി എല്ലുകളൊക്കെ പൊട്ടിച്ച് ചുരുണ്ട് മടങ്ങി വല്ലാത്തൊരു രൂപത്തിലേക്ക് വരികയാണ്. എല്ലാവരും തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇപ്പൊ എക്സോസിസം ചെയ്യാൻ വന്നിട്ടുള്ള എഡ്വിനും തെറിച്ചു വീണിട്ടുണ്ട്. അവന്റെ ദേഹത്തേക്കായിട്ട് ഡേവിഡ് ചാടി വീഴുകയാണ്. ഒരു പ്രത്യേക രീതിയിൽ തന്നെ എഡ്വിന്റെ അടുത്ത് സംസാരിച്ച് നിന്റെ ഹൃദയത്തെ ഞാൻ നിലപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടേക്കായിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ് ഈ ഡേവിഡ്. അതുകൊണ്ട് തന്നെ എഡ്വിന് പിന്നീട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാനും കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഡേവിഡിന്റെ ചേട്ടനായിട്ടുള്ള ആർണി അങ്ങോട്ടേക്ക് ഓടി വന്ന് അവരെ പിടിക്കുകയാണ്. ഞാൻ നിന്റെ ചേട്ടനാണ്, സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല എന്ന് കണ്ട ആർണി ഇപ്പോ എന്താ പറയാ, എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ആത്മാവിന്റെ അടുത്തായിട്ട് പറയാണ്, നിനക്കൊരു ശരീരമല്ല വേണ്ടത്, എന്നാൽ എന്റെ ശരീരം എടുത്തോ, എന്റെ ശരീരം എടുത്തോ എന്ന് ആർണി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അപ്പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്ന എഡ്വിൻ ഉണ്ടല്ലോ, എഡ്വിൻ പറയുന്നുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. അപ്പോഴേക്കും ഡേവിഡിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ശക്തി ഇപ്പൊ ആർണിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അവന്റെ കണ്ണൊക്കെ ആകെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഡേവിഡ് ഇപ്പൊ പഴയ രൂപത്തിലേക്ക് തന്നെ ആയിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ചു ആ ചെകുത്താൻ ഇവിടുന്ന് പോയെന്ന്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് എഡ്വിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഇപ്പൊ എഡ്വിന്റെ ഭാര്യയായിട്ടുള്ള ലൊറൈൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് പറയാണ്, ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിക്കും, വേഗം ഒരു ആംബുലൻസ് എത്തിക്കൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ
എഡ്വിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ വന്നിട്ട് പറയുകയാണ് എഡ്വിന്റെ അവസ്ഥ കുറച്ച് ഗുരുതരാണ്, ഹൃദയത്തിനാണ് ക്ഷതമേറ്റിരിക്കുന്നത്, ചെറിയൊരു അറ്റാക്ക് തന്നെ വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട സമയത്ത് ലൊറൈൻ ആകെ വിഷമത്തിലാണ്. ഇപ്പോൾ ഇവിടെ സീൻ കേട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ആർണിയുടെ വീട്ടിലാണ് കേട്ടോ. അവനിപ്പോൾ ഉറങ്ങിയാണ്, വല്ലാത്തൊരു ക്ഷീണവും ശരീരം നന്നായിട്ട് വേർക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഞെട്ടി ഉണരുകയാണ്. ഇപ്പൊ അവന്റെ സ്നേഹിതയായിട്ടുള്ള കാമുകിയായിട്ടുള്ള സാറ അങ്ങോട്ട് വരികയാണ്. രണ്ടുപേരും തമ്മിൽ നല്ല അടുപ്പാണ് കേട്ടോ. പിന്നീട് കുറച്ചു നേരം അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് അവരവിടെ നിന്ന് ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും പോയത് കൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഒരു നോർമൽ ലൈഫിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് നിന്നിട്ട് ഇപ്പോൾ ഡേവിഡിന്റെ അമ്മയും അതുപോലെ തന്നെ സാറെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ ഇപ്പോൾ മറ്റൊരു ഭാഗത്തായിട്ട് ഡേവിഡും ആർണി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആർണി എടുത്ത് ഉള്ളിൽ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എന്തോന്ന് എടുത്തുകൊണ്ട് വരാൻ പറയാണ്. അപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് ആർണി ഒറ്റയ്ക്ക് തന്നെ പോവാണ് കേട്ടോ. അധികം വെളിച്ചൊന്നും വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല, അരണ്ട ഒരു വെളിച്ചമായിരുന്നു. കാരണം പുറത്ത് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, അതിന്റെ ആ ഒരു തണൽ കൊണ്ടായിരിക്കണം. അങ്ങനെ ഇപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തിയ ആർണി ഫ്രിഡ്ജിൽ നിന്ന് എന്തോന്ന് എടുക്കുകയാണ്. ആ സമയത്ത് തന്നെ അവൻ എന്തോന്ന് തോന്നുകയാണ്, അവന്റെ ചുറ്റുമായിട്ട് ആരോ ഉണ്ട് എന്ന്. അലമാരയ്ക്ക് അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. മാത്രമല്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിൽ നിന്നും ഒരു ബോട്ടിൽ താഴേക്ക് വീഴാണ്. അതിന്റെ അടുത്തേക്ക് ഒരു ഭയത്തോടു കൂടി തന്നെ പാർന്ന് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു എലി പെട്ടെന്ന് തന്നെ എണീച്ചോടുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ആർണി ഒന്ന് ഭയന്ന് പോവുകയാണ്. ആ എലി ഇപ്പൊ പോയിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന ചുമരിന്റെ ചെറിയൊരു ദ്വാരത്തിന്റെ ഉള്ളിലേക്കായിരുന്നു. എന്താണ് ഇപ്പോ ആ ദ്വാരത്തിന്റെ ഉള്ളിൽ ഒന്ന് നോക്കിക്കളയെന്ന് കരുതിയിട്ട് ആർണി ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പക്ഷെ ഒന്നും കണ്ടില്ല. എന്നാൽ അവൻ അത് നോക്കി തിരിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് അവന്റെ പിന്നിലായിട്ട് ഒരു പ്രത്യേക തരം രൂപമുള്ള ഒരു സ്ത്രീ കേട്ടോ. വേഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീയെ പോലെയാണ് തോന്നുന്നത്. അതിപ്പോ ഈ ആർണിയുടെ ദേഹത്തേക്കായിട്ട് ഇങ്ങനെ വരികയാണ്. ആർണി കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് പോയി. പക്ഷെ പെട്ടെന്ന് കണ്ടു തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ ആരുമില്ല. അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഈ സംഭവിക്കുന്നത്? ആർണിക്ക് ഒന്നും മനസ്സിലായില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് എഡ്വിനെയാണ്. അവനിപ്പോ ഒരു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവന്റെ തൊട്ടടുത്ത് തന്നെ ഭാര്യയായിട്ടുള്ള ലൊറൈൻ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഫാദർ വരികയാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോഴും എഡ്വിന് സംസാരിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, ബോധമില്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. ഈ സമയത്ത് ലൊറൈൻ വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്. ഫാദർ ഇപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ എഡ്വിനും ലൊറൈൻ എന്ന് പറഞ്ഞാൽ പ്രണയിച്ച് നല്ല രീതിയിൽ തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ പിരിയൽ എന്ന് പറയുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. ഇതേ സമയം തന്നെ ആർണിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അപ്പം മുറ്റത്ത് മരം വളർന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ ചില്ലകളൊക്കെ ഒരുപാട് വളർന്നു നിൽക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് പ്രകാശം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വെട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലേക്ക് ഇപ്പൊ ആർണി കയറിയിട്ടുണ്ട്. ചെറിയൊരു മോട്ടർ വെച്ചാണ് കേട്ടോ അതെല്ലാം കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ മരത്തിന്റെ മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മോട്ടർ അങ്ങ് ഓഫായി പോവുകയാണ്. ആർണി അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറെ നോക്കുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല. സ്വിച്ച് ആണെങ്കിൽ ഓണിലാണ്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ വീടിന്റെ മുകൾ ഭാഗത്ത് നിന്നിട്ട് ജനലിലൂടെ ആരോ എന്തോ ഒരു സ്ത്രീ ആർണിയെ നോക്കുന്നതായിട്ട് ആർണിക്ക് തോന്നുകയാണ്. ആർണിയുടെ ശ്രദ്ധ ഇപ്പൊ അതിലേക്ക് പോവാണ് കേട്ടോ. പെട്ടെന്നാണ് ആ ഒരു മെഷീൻ, കട്ടിംഗ് മെഷീൻ സ്റ്റാർട്ട് ആയത്. എന്താ പറയാ, ആർണിയുടെ കയ്യിൽ നിന്ന് ഭാഗ്യത്തിന് അത് താഴെ വീണുപോയി. അതുകൊണ്ട് കഷ്ണം കഷ്ണമായി മുറിഞ്ഞില്ല. താഴെ നിന്നിരുന്ന ആർണിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ഏത് അട്ടം നോക്കിയാണ് നിൽക്കുന്നത്, ഇപ്പം തന്നെ പണി പാളിയനെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ആർണി നേരെ സാറയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സാറയുടെ കൂടെ തന്നെ അവളുടെ ബ്രദർ ആയിട്ടുള്ള ബ്രൂണോ ഉണ്ട്. ബ്രൂണോയെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും മദ്യപിച്ച് പാട്ടെല്ലാം വെച്ച് ഡാൻസ് കളിച്ച് എപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബ്രൂണോ ഈ ആർണിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്, ചില്ല് ചെയ്യാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ബോധമില്ലാതെ കിടന്നിരുന്ന എഡ്വിൻ ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എഡ്വിന്റെ ഭാര്യയായിട്ടുള്ള ലൊറൈൻ അടുത്തേക്ക് പോവാണ്. പക്ഷെ ആദ്യം തന്നെ ഈ എഡ്വിൻ ചോദിച്ചത് പെട്ടെന്ന് തന്നെ ആ ഒരു കുടുംബത്തെ വിവരം അറിയിക്കണം, അപകടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ലൊറൈൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ പ്രശ്നവും തീർന്നിട്ടുണ്ട്, ആ കുട്ടി ഡേവിഡ് സുരക്ഷിതമാണ്. ഇപ്പൊ എഡ്വിൻ പറയുകയാണ്, ഞാൻ ഡേവിഡിന്റെ കാര്യമില്ല പറയുന്നത്, ആർണിയാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വിളിച്ച് അവരെ പറയാണ്. ഇതേ സമയത്ത് തന്നെ ലൊറൈന് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് സാറയുടെ വീട്ടിൽ ബ്രൂണോ ഇപ്പൊ കള്ളൊക്കെ കുടിച്ചിട്ട് ആർണിയെ കള്ളു പിടിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അവനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാണ് കേട്ടോ. പക്ഷെ ആർണി ആ ഒരു സ്ത്രീയെ, ആ ഒരു രൂപത്തെ കണ്ടതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് വേർത്തിട്ട് എന്താ പറയുക, ഒരുപാട് കള്ള് കുടിച്ചതുപോലെ ആകെ പൂസായി നിൽക്കുകയാണ്. അപ്പൊ ഈ സാറയും ബ്രൂണോ ഒക്കെ വിചാരിക്കുന്നത് കള്ളിന്റെ ആ ഒരു ഉന്മാദം മൊത്തമായിരിക്കുമെന്ന്. അതായത് ഈ ആർണിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ആകെ ശരീരം മുഴുവൻ വേർത്തൊലിക്കുന്നുണ്ട്. ബ്രൂണോ ആണെങ്കിൽ ഈ ആർണി വാ ഡാൻസ് കളിക്കാം, എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്രൂണോ അനിയത്തിയായിട്ടുള്ള സാറിന്റെ അടുത്തും പറയുന്നുണ്ട്, വാ ഡാൻസ് ചെയ്യാം, നമുക്ക് ഡാൻസ് കളിക്കാം, എൻജോയ് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആർണി അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞു, കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആർണി കാണുന്നത് ഈ സാറെ ബ്രൂണോ ഉപദ്രവിക്കാൻ നിൽക്കുന്നതാണ്, അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യാൻ നിൽക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ബ്രൂണോയെ തള്ളി മാറ്റുകയാണ്. സാറ ഇപ്പൊ പിന്നിലേക്കായിട്ട് ഓടി പോകുന്നുണ്ട്. ആർണി ആണെങ്കിൽ രക്ഷപ്പെട്ടോ എന്നിങ്ങനെ സാറിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും സാറ പറയുന്നത്, നീ എന്താണ് ആർണി കാണിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു പറയണം. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് ചെന്നിട്ട് ആർണി വീഴുകയാണ് കേട്ടോ. അവന്റെ അടുത്തേക്കായിട്ട് ഈ ബ്രൂണോ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നീട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ കരച്ചിൽ കേൾക്കുന്നുണ്ട്. സാറയാണെങ്കിലും ഉള്ളിൽ നിന്ന് ഉറക്കനെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ആർണി നിനക്ക് എന്താ പറ്റിയത്, എന്തൊക്കെയോ ആ വീട്ടിന്റെ ഉള്ളിൽ സംഭവിച്ചു, പക്ഷെ എന്താണെന്ന് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആർണി ഇപ്പോൾ ഒരു റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് സ്വബോധമേ ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലായിട്ട് മാറിയെന്നോ. എന്തായാലും
എന്തായാലും കാര്യം മനസ്സിലായില്ല നിങ്ങൾക്ക്, അവന്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തി കയറി കൂടിയിട്ടുണ്ട്. ഇപ്പൊ അതിലൂടെ പോയ ഒരു പോലീസ് വണ്ടി നിർത്തുകയാണ്. കാരണം ഇവനെ കണ്ടിട്ട് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. ഇപ്പൊ ആ പോലീസുകാർ അവനെ വിളിക്കാണ്, നിൽക്കാൻ പറയുകയാണ്. പക്ഷേ അവന്റെ രൂപം അവന്റെ കൈയൊക്കെ കണ്ടപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം അവന്റെ മുൻഭാഗം നിറയെ ചോര, കൈകൾ നിറയെ ചോര. അപ്പോഴാണ് ആർണിക്ക് സ്വബോധം വരുന്നത്. അവരിങ്ങനെ നോക്കുമ്പോൾ കയ്യിലും ദേഹത്ത് നിറയെ ചോര. അവനിങ്ങനെ നിലവിളിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. പിന്നീട് പോലീസുകാർ കാര്യം അന്വേഷിക്കുകയാണ്. നേരെ ബ്രൂണോയുടെയും സാറയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ബ്രൂണോ മരിച്ചു കിടക്കുകയാണ്. കത്തി കൊണ്ട് ഏകദേശം 10-22 പ്രാവശ്യം അവന്റെ ദേഹത്തേക്ക് കുത്തി കുത്തി ക്രൂരമായിട്ട് അവനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പോലീസുകാർക്ക് അറിയില്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നത് ആർണിയാണെന്നും പിന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും. അതുകൊണ്ട് തന്നെ ആർണിയെ ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് തന്നെ എഡ്വിനെയും ലോറേനെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ സാറ ഉണ്ടായിരുന്നു കേട്ടോ. സാറ ആ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതാണല്ലോ. സാർക്ക് അറിയാമായിരുന്നു ഇത് ചെയ്തത് ആർണിയല്ല, അവന്റെ ശരീരത്തിലേക്ക് എന്തോ ഒന്ന് കയറിയിട്ടുണ്ടെന്ന്. അക്കാര്യം നന്നായിട്ട് തന്നെ എഡ്വിനും അറിയാം, ലൊറേനും അറിയാം. ഇപ്പൊ എഡ്വിന് അവിടെ ഉണ്ടായിരുന്ന ഒരു വേദപുസ്തകം, ബൈബിളിലെ കുറെ വാചകങ്ങളൊക്കെ ഇപ്പൊ ആർണിയെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അവനെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അവന്റെ ശരീരത്തിന് ഒരു മാറ്റവും ഒന്നും സംഭവിക്കുന്നില്ല. അല്ല, ഇവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ദുരാത്മാവോ അല്ലെങ്കിൽ ഒരു ചെകുത്താന്റെ ശക്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈ ബൈബിളോ ഒന്നും വായിക്കാൻ കഴിയില്ല കേട്ടോ. ഇപ്പൊ ആകെ ആശയക്കുഴപ്പത്തിലാകുകയാണ് എഡ്വിനും ലൊറേനും. പിന്നീട് ഇവര് നേരെ ആർണിയുടെ ലോയറിന്റെ അടുത്തേക്ക് പോവാണ്. ഒരു ലേഡിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എഡ്വിനും ലൊറേനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ലോയറാണ്, വക്കീലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടത് തെളിവാണ്. ഇപ്പൊ ആ വക്കീല് പറയുന്നുണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള തെളിവ് കൊണ്ടുപോവാ. കോടതിയിൽ പോയിട്ട് പ്രേതമാണ് ആത്മാവാണ് എന്നൊന്നും പറയാൻ കഴിയില്ല, അവിടെ മുഖ്യം തെളിവാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇപ്പൊ ആർണിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആർണിയുടെ വക്കീലായിട്ടുള്ള ആ ഒരു ലേഡി കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇതിവനല്ല ചെയ്തത്, ഇവനെന്തോ ബാധ ഏറ്റിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ജഡ്ജിയും അവിടെ ഉള്ളവരും ആകെ ഒന്ന് നിശ്ചലായി പോവാണ്. കാരണം അവർക്കൊന്നും അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ ആർണിയെ കുറച്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാണ്. അങ്ങനെ ഇപ്പൊ കോടതിയുടെ പുറത്തേക്ക് എത്തിയ എഡ്വിന്റെ അടുത്തും ലൊറേന്റെ അടുത്തും വക്കീൽ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ തെളിവ് കൊണ്ടിരുന്നോ അതിനനുസരിച്ചാണ് ആർണിയെ നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ കഴിയുള്ളൂ, അവന് രക്ഷിക്കാൻ കഴിയുള്ളൂ. പിന്നീട് എഡ്വിനും ലൊറേനും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവരാകെ ആശയക്കുഴപ്പത്തിലാണ് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് അവരിങ്ങനെ വിചാരിക്കുകയാണ്. പിന്നീട് അവർ തന്നെ പറയാണ് നമുക്ക് എന്തായാലും ആരംഭത്തിൽ നിന്ന് തുടങ്ങാം, എവിടെയാണോ പ്രശ്നം ആരംഭിച്ചത് അവിടെ നിന്ന് തന്നെ. ഇനി നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കേൾക്കാം. അതായത് ഈ ഡേവിഡ്, ആർണി, സാറ ഇവരൊക്കെ ഒരു വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് ചെയ്ത് വന്നതാണ്. പിന്നീട് ഇവർ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്. അതുപോലെ തന്നെ ഡേവിഡും അവരെ സഹായിക്കുന്നുണ്ട്. ഡേവിഡ് ഇപ്പൊ ചെറിയൊരു പെട്ടിയുമായിട്ട് ഒരു മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടുത്തെ ഒരു ബെഡിലേക്കായിട്ട് ആ ഒരു പെട്ടി വെക്കുകയാണ്. അതിൽ വെച്ച സമയത്താണ് ഡേവിഡ് ഒരു കാര്യം കാണുന്നത്. ആ പെട്ടി ഇങ്ങനെ ചലിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ബെഡിന്റെ മേലെയുള്ള ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒരു വാട്ടർ ബെഡ് ആയിരുന്നു. അതായത് വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ കിടത്തുന്ന അങ്ങനെയുള്ള ഒരു വാട്ടർ ബെഡ്. ബെഡിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചത്. ഇപ്പൊ നല്ല രസം തോന്നിയപ്പോൾ ഡേവിഡ് ഇപ്പൊ അതിന്റെ മുകളിലേക്ക് ചാടി കയറുകയാണ്. അതിനിങ്ങനെ തുള്ളി കളിക്കുകയാണ് കേട്ടോ. കുറെ നേരം അവനിങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ ആരോ ഉള്ളതായിട്ട് ഡേവിഡിന് തോന്നുകയാണ്. പക്ഷെ വ്യക്തമായിട്ട് അവനൊന്നും കാണാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ വാട്ടർ ബെഡിന്റെ മുകളിലേക്ക് കയറിയിട്ട് അവനിങ്ങനെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു കൈ ഇങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൻ അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കെ ആ കൈ പുറത്തേക്ക് വരികയാണ്. ഇവന്റെ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ്. വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ചീറ്റുന്നുണ്ട്. ഇവനാകെ കൂക്കി വിളിക്കുകയാണ്. ഡേവിഡിന്റെ അച്ഛനും അമ്മയും ആർണിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി എത്തുകയാണ് കേട്ടോ. പക്ഷെ ഡേവിഡ് പറഞ്ഞ ആ കാര്യങ്ങൾ ഇവരാരും വിശ്വസിച്ചില്ല. ഡേവിഡിന് പിന്നെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഇവർ കണ്ടു തുടങ്ങി. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇവര് എഡ്വിനെയും ലൊറേനെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന എഡ്വിനും ലൊറേനും പറയുകയാണ് നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ആ വാട്ടർ ബെഡ് എവിടെയാണ് ഉണ്ടായിരുന്നത് ആ സ്ഥലമൊക്കെ ഒന്ന് നിരീക്ഷിക്കാം എന്ന് കരുതിയിട്ട് ആ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ എഡ്വിനും ലൊറേനും ഇപ്പോൾ സാറ് കാണിച്ചു കൊടുക്കുകയാണ് വാട്ടർ ബെഡ് എവിടെയാണ് ഉണ്ടായിരുന്നത്, അവിടെ നിന്നും വെള്ളം തെറിച്ചത് എങ്ങോട്ടേക്കാണ്. പിന്നീട് എഡ്വിനും ലൊറേനും ആ മുറിയും പരിസരമൊക്കെ വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ വെള്ളം വീണില്ലേ വാട്ടർ ബെഡിൽ നിന്നും, അത് വീണ സ്ഥലത്തായിട്ട് ഒരു പ്രത്യേക രീതിയിലായിട്ട് ഈർപ്പം കെട്ടി മരമൊക്കെ ഇങ്ങനെ വീർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു അന്ന് ആ വെള്ളം വീണത് കൊണ്ടാണ്. പക്ഷെ എഡ്വിൻ പറയുകയാണ് ആ വെള്ളം വീണത് കൊണ്ടല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. പിന്നീട് അവർ ചോദിക്കുകയാണ് ഈ വീടിന് അടിഭാഗമുണ്ടോ, ബേസ്മെന്റ് ഉണ്ടോ ചോദിക്കുകയാണ്. സാറ് പറഞ്ഞു ആ ഉണ്ട്, അതിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എഡ്വിനെയും ലൊറേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ചെറിയൊരു വഴിയായിരുന്നു അതിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ളത്. ഇപ്പൊ ലൊറേൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കാണ്. കാരണം എഡ്വിന് തീരെ വയ്യ. ആ ഒരു ഹൃദയാഘാതത്തിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടിട്ടാണ് എഡ്വിൻ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പൊ ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ ലൊറേൻ ഇപ്പൊ ആ ചെറിയ വഴിയിലൂടെ ആ വീടിന്റെ ബേസ്മെന്റിന്റെ അടിയിലേക്കായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അധികം ഹൈറ്റ് ഒന്നും ഇല്ലായിരുന്നു ആ അടിയിലത്തെ മുറിക്ക്. അതുകൊണ്ട് തന്നെ എഴഞ്ഞാണ് ഇപ്പൊ ലൊറേൻ പോകുന്നത്.
പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു എലി ചാടി പോവുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ലൊറൈൻ ഞെട്ടിപ്പോയി. പക്ഷെ അപ്പോഴാണ് ലൊറൈൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മറ്റൊരു ഭാഗത്തായിട്ട് അവിടെ കുറെ എലികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. എന്തോ ഒരു വസ്തുവിന് ചുറ്റും അതിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലൊറൈൻ അതിന്റെ അടുത്തേക്കായിട്ട് പോവുകയാണ് കേട്ടോ. എന്തോ ഒരു വസ്തു തുണി വെച്ച് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ആ ഒരു തുണി മാറ്റി നോക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് ലൊറൈൻ ഞെട്ടിപ്പോവാണ്. കാരണം ചെകുത്താനെ സേവിക്കുന്ന അല്ലെങ്കിൽ ഏതോ ഒരു ദുർമന്ത്രവാദി ഒരു ദുഷ്ടശക്തി വല്ലാത്തൊരു കൂടോത്രം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇതിന്റെ ശക്തി കൊണ്ടാണ് മുകളിലുള്ള ആ പലകൾ ഈർപ്പം കെട്ടിയിരുന്നത്. പെട്ടെന്ന് തന്നെ ലൊറൈൻ അവളുടെ ക്യാമറയിലേക്ക് ആ ഒരു കൂടോത്രത്തിന്റെ ചിത്രങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ മുകളിലേക്ക് വന്നു എഡ്വിനും അതുപോലെ തന്നെ എഡ്വിന്റെ സഹായിയായിട്ടുള്ള ഡ്രോ തോമസിനും അതുപോലെ തന്നെ സാറക്കും ആ ഒരു ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ആ കൂടോത്രം എന്താണ് അതിന്റെ ദൗത്യം, ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രത്തോളം സ്ട്രേഞ്ച് ആയിരുന്നു ആ ഒരു കൂടോത്രത്തിന്റെ രൂപവും അതിന്റെ കർമ്മങ്ങളൊക്കെ. ഇവർക്ക് കാര്യം മനസ്സിലാകാണ് അതിശക്തമായ ആഭിചാര ക്രിയകളിൽ നല്ല അറിവുള്ള ആരോ ആണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. ഈ സമയത്താണ് ഇവരുടെ അടുത്തേക്ക് ഈ എഡ്വിനെ ലൊറൈനെയൊക്കെ സഹായിക്കുന്ന അവരുടെ ഫാദർ വരുന്നത്. ഫാദർ വന്നിട്ട് ആ പിക്ചർ നോക്കിയിട്ട് പറയാണ് ഇത് എന്താണെന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു ഫാദറിന്റെ പേര് ഇപ്പൊ ആ ഫാദർ പറഞ്ഞു കൊടുക്കാണ്, ഫാദർ കാസ്റ്റ്നസ്. നമുക്ക് വിളിക്കാനുള്ള എളുപ്പത്തിന് ഫാദർ കാസ്റ്റർ എന്ന് പറയാട്ടോ. അങ്ങനെ ഇപ്പോ എഡ്വിനും അതുപോലെ തന്നെ ലൊറൈനും അവരുടെ കാറുമായിട്ട് നേരെ ചെല്ലുകയാണ് ഫാദർ കാസ്റ്ററിന്റെ വീട്ടിലേക്ക്. ഒറ്റപ്പെട്ട തനിയെ നിൽക്കുന്ന ഒരു നദിക്കരയുള്ള ഒരു വീടായിരുന്നു അത്. അവിടെ എത്തിയ എഡ്വിനും ലൊറൈനും നേരെ ഇപ്പോ ഫാദർ കാസ്റ്ററിന്റെ അടുത്തേക്ക് പോവാണ്. ഒരു പരുക്കമായ സ്വഭാവം തന്നെയായിരുന്നു കേട്ടോ ഈ കാസ്റ്ററിന്റേത്. അങ്ങനെ ഇപ്പൊ ഇവർ കൊണ്ടുവന്ന ആ ഒരു ചിത്രം ഫാദറിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഫാദർ ഇപ്പോൾ ആ ഒരു ചിത്രം നന്നായിട്ട് തന്നെ വീക്ഷിക്കുകയാണ്. പക്ഷെ ഫാദർ പറഞ്ഞു എനിക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കാണിച്ചു തരാം. എന്തായാലും ഇത് ചെയ്തവനും ഈ ചെയ്തു വെച്ച കാര്യം അത്ര നിസാരമൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ ആ ഫാദറിന്റെ വീടിന്റെ അടിയിലായിട്ട് ഒരു നിലവറയുണ്ട്. അതിന്റെ ഉള്ളിലേക്കായിട്ട് എഡ്വിനെയും ലൊറൈനെയും കൊണ്ടുപോവാണ് കേട്ടോ. അവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവരാകെ അതിശയിച്ചു പോവാണ്. കാരണം ദുർമന്ത്രവാദികൾക്കും ആഭിചാര ക്രിയകൾക്കും ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളായിരുന്നു, ഓരോ ഗ്രന്ഥങ്ങളും ബുക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു മേഖലയിൽ ജോലി ആയതുകൊണ്ട് തന്നെ എഡ്വിനും ലൊറൈനും ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. ഇപ്പൊ അവരോടായിട്ട് ഫാദർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ചെകുത്താനെ സേവിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്രൂപ്പുകളെ കുറിച്ചും അവരുടെ പ്രാർത്ഥനാ രീതികളെ കുറിച്ചൊക്കെ പറയാണ്. പിന്നീട് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റികളെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും അവരെ കുറിച്ചും പറയുകയാണ്. അതായത് അവരുടെ കർമ്മങ്ങൾക്കിടയിലായിട്ട് അവരുടെ നേതാവിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി കുറച്ച് മാസങ്ങൾക്ക് ശേഷം പ്രസവിച്ചു. പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. ജനിച്ച കുഞ്ഞിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ഹൃദയം പുറത്തായിരുന്നു. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക്, അപകടത്തിൽ നിന്നും അപകടത്തിലേക്കാണ് ഇതെല്ലാം ചെയ്യുന്നവരുടെ പോകുന്നിങ്ങനെ ഫാദർ പറയുന്നുണ്ട്. ഈ കാര്യമല്ല ഞങ്ങൾക്ക് അറിയാവുന്നപ്പോ എഡ്വിനും ലൊറൈനും പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റെവിടെയോ നിന്ന് ആരോ ഒരാള് ഒരു പ്രത്യേക രീതിയിൽ ആഭിചാര ക്രിയകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. മെഴുകുതിരികൾ കത്തിച്ചു വെക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം ടേബിള്, അതിന്റെ ഉള്ളിലായിട്ട് ഒരു റൗണ്ട് ഒരു ചിത്രം എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് കാണിക്കുകയാണ്. അതായത് ആ ജയിലിൽ അവിടെ ഇപ്പൊ ആർണിയുണ്ട്. കാരണം കുറ്റം ചെയ്തുകൊണ്ട് തന്നെ, കൊലപാതകം ചെയ്തുകൊണ്ട് തന്നെ റിമാൻഡിലാണ്. ഇപ്പൊ അവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആർണി. അവനിപ്പോ നിലം തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒരു മഫ് തട്ടിയിട്ട് ബക്കറ്റ് തെറിച്ചു പോവാണ്. ഒരു കട്ടിലിന്റെ അടിയിലേക്കാണ് പോയത്. അത് എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിലേക്ക് പോയപ്പോ പെട്ടെന്ന് എന്തോ ഒന്ന് വന്നിട്ട് അതിനുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ആർണി ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് എന്താ പറയാ, ആ മുറി ഒരു ഇരുട്ട് മുറിയായിരുന്നു കേട്ടോ. അപ്പൊ ഒരു ഭയത്തിൽ തന്നെ ആർണി ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ പിന്നിലേക്കായിട്ട് എന്തോ ഒരു രൂപം വരുന്നുണ്ട്. അവന്റെ കഴുത്തിലും തലയിലേക്കായിട്ട് ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട്. അവന് ഉറക്കനെ കരഞ്ഞു. എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് ഓടി വന്നപ്പോൾ ആ ഒരു കാര്യം പോവാണ് അവിടുന്ന്. ഇതേ സമയം തന്നെ എഡ്വിനും ലൊറൈനും ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു തെളിവുകളോ ക്ലൂവോ ഒന്നും ഇപ്പൊ ലഭിച്ചിട്ടില്ല. ഫാദർ കാസ്റ്ററിന്റെ അടുത്ത് പോയിട്ടും അവിടെ നിന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് പഴയ കാര്യങ്ങളിൽ നല്ല അറിവുണ്ടായിരുന്നു കേട്ടോ. അതൊരു സമയത്ത് ഇവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇപ്പൊ ഒന്നും അതിന്റെ ആ ഒരു ഉപകാരം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എഡ്വിന് ആ കൂടോത്രം ഉണ്ടല്ലോ അതിന്റെ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ്. എന്താണ് ഈ കാര്യം, പഴയ പുസ്തകങ്ങളുമായിട്ട് അതിലെ ചിത്രങ്ങളുമായിട്ട് ഈ ഒരു കാര്യത്തെ താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇതേ സമയത്താണ് എഡ്വിന്റെ സഹായിയായിട്ടുള്ള ഡ്രൂ തോമസ് എഡ്വിനെ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ്. കാരണം അവിടെയുള്ള പോലീസുകാർക്ക് ചെറിയൊരു മരണവും ചെറിയൊരു മിസ്സിംഗ് കേസൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിലൊരു ഇമേജ് ഉണ്ട്. അതിന് നിങ്ങളുടെ കയ്യിലുള്ള ആ കൂടോത്രത്തിന്റെ ചിത്രം ഉണ്ടല്ലോ അതുമായിട്ട് നല്ല സാമ്യമുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എഡ്വിനും ലൊറൈനും പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് പറയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രണ്ട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവർ രണ്ടുപേരും, കേറ്റിയും ജെസ്സിക്കയും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേറ്റിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൽ ഏകദേശം 22 തവണ കത്തി വെച്ച് കുത്തി കയറ്റിയിട്ടുണ്ട്. ജെസ്സിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളെ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും അവൾ മിസ്സിംഗ് തന്നെയാണ്. ജെസ്സിക്കയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ്, അവളുടെ വസ്തുക്കളും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോഴാണ് ഈ ഒരു വസ്തുവിന്റെ ഇമേജ് കിട്ടിയത്. അതായത് ആ ഒരു കൂടോത്രത്തിന്റെ ഇമേജ് ഈ പോലീസുകാർക്ക് കിട്ടിയത്. ഇപ്പൊ ലൊറൈന് ആ പോലീസുകാരന്റെ അടുത്ത് പറയുകയാണ്, ജെസ്സിക്കയുടെ കേസ് ഫയൽ അതൊന്നും എനിക്ക് തരുമോ, വിശദമായിട്ട് തന്നെ പഠിക്കാനാണ്. ചിലപ്പോൾ അവളെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞേക്കുമ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് പറയാണ്. പോലീസുകാരൻ പറയാണ് നിങ്ങൾക്ക് കണ്ടെത്താനോ, ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നിട്ടും കഴിഞ്ഞില്ല. ഇപ്പൊ ലൊറൈൻ പറയുകയാണ് നിങ്ങൾക്ക്
കാണാൻ പറ്റാത്ത കാഴ്ച എനിക്ക് കാണാൻ കഴിയും. പിന്നീട് ലൊറൈൻ പറഞ്ഞു ആ ഒരു ഇൻസിഡന്റ്, അതായത് കേറ്റിയുടെ മൃതദേഹം കണ്ടെത്തിയ ആ ഒരു സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ ആ ഒരു പോലീസുകാരൻ എഡ്വിനെയും ലൊറൈനെയും നേരെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ആയിരുന്നു അത്. ആ ഫോറസ്റ്റിലേക്ക് എത്തിയ സമയത്ത് തന്നെ ലൊറൈന് ഞെട്ടിക്കുന്ന പല കാര്യങ്ങൾ കാണേണ്ടി വന്നു. കാരണം സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ പോലീസുകാരെ പോലെയല്ല എസ്ട്ര എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി നിരീക്ഷിക്കാനുള്ള കഴിവ്, ഒരു പ്രത്യേകതരം കഴിവ് ജന്മസിദ്ധമായിട്ട് തന്നെ ലൊറൈൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പിക്കുന്ന പല കാഴ്ചകളും അവിടെ ലൊറൈൻ കാണുകയാണ്. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ജയിലിലേക്ക് ആർണിയെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ അനിയനായിട്ടുള്ള ഡേവിഡും അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സാറയും ചെല്ലുകയാണ് കേട്ടോ. ആർണിയുടെ അടുത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ സംസാരത്തിലേക്ക് എന്തൊക്കെയോ ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ട് ഇവർക്ക്. അവന്റെ കണ്ണുകളുടെ ചുറ്റൊക്കെയായിട്ട് ഒരു ചുവപ്പ് നിറം, വല്ലാത്തൊരു രീതിയിലായിരുന്നു അവന്റെ കണ്ണും നോട്ടൊക്കെ. ഇപ്പൊ അവന്റെ അടുത്തായിട്ട് ഡേവിഡ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ കുഞ്ഞു പയ്യൻ ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എനിക്കറിയാം അത് നിന്റെ ഉള്ളിലുണ്ടെന്ന്. എന്തായാലും ഈ കഥയുടെ ബാക്കി നമുക്ക് നാളെ രാത്രി 7:30 തന്നെ കേൾക്കാൻ കേട്ടോ. നിങ്ങൾക്കിപ്പോ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഉത്തരം എല്ലാം നമുക്ക് അടുത്ത പാർട്ടിലൂടെ അടുത്ത കഥയിലൂടെ ലഭിക്കുന്നതാണ്. പിന്നെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പൊ പിന്നെ ഇന്ന് പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ആ കഥ പറഞ്ഞു തരാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.